ആതിരയുടെ കഴുത്തറുത്ത ആളെ കണ്ടെത്തി. ജോൺസൺ ഔസേപ്പ്. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഠിനംകുളം ത്തുള്ള ഒരു പൂജാരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് ആരതി. കഠിനംകുളം വടക്കേവിള ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ്. വളരെ ശാന്തനായ പൂജാരി. ഒരു കുട്ടിയുണ്ട്, 8 വയസ്സ്. ഭാര്യ ആതിര സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട വ്യക്തിയാണ് ജോൺസൺ ഔസേപ്പ്. അവരെ ആയിട്ടുള്ള ബന്ധം കുറേ നാളുകളായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. എന്തായാലും ആളെ പോലീസ് ട്രേസ് ചെയ്തു. കുറിച്ചിയിലെ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പ്ലംബിംഗ് ജോലിക്കാരൻ്റെ വീട്ടിലാണ് അയാളെ നോക്കുന്ന ജോലിയാണ്. രാധാകൃഷ്ണൻ്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയി, മകനും മരിച്ചുപോയി. ഒരു മകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി വിവാഹിതയായി പോയപ്പം പിതാവ് രാധാകൃഷ്ണൻ ഒറ്റയ്ക്കായി. അയാളെ ശുശ്രൂഷ കഴിഞ്ഞ 1 മാസമായി ജോൺസൺ ഔസേപ്പ് ആ വീട്ടിലാണ്. അവിടെ ഇയാൾ 1-2 ആഴ്ച കൂടുമ്പം പോകും, 2 ദിവസം കഴിഞ്ഞ് വരും. ഇതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ഏതായാലും ഇയാളുടെ ഫോട്ടോ യൂട്യൂബുകളിലും അല്ലെങ്കിൽ TV ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പം നാട്ടുകാർക്ക് ചിലർക്ക് മനസ്സിലായി ഇയാൾ തന്നെയാണ്, ഈ രാധാകൃഷ്ണൻ നോക്കുന്ന ആൾ തന്നെയാണ് കൊലപാതകി എന്ന് അവർക്ക് സംശയമായി. ഏതായാലും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ കൊലപാതകം കഴിഞ്ഞ ഉടനെ ആതിരയുടെ സ്കൂട്ടറിൽ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ വന്നു ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തിന് പോന്നു. പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് അയാൾ കേരളം കടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ധരിച്ചു വച്ചു. പക്ഷേ ഇയാൾ നേരെ കോട്ടയത്തിനാണ് പോയത്. കോട്ടയം ട്രെയിൻ കയറി കുറിച്ചിയിൽ ചിങ്ങവനത്ത് ഇറങ്ങി അയാൾ കുറിച്ചിയിലെ രാധാകൃഷ്ണൻ്റെ വീട്ടിലെത്തി. രാധാകൃഷ്ണനുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇയാൾ വിഷം കഴിച്ചാൽ അതിനുള്ള മരുന്ന് എന്തായിരിക്കണം എന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ അവിടെ നടത്തിയതായിട്ടാണ് പറയുന്നത്. ഇയാൾ അവിടെ വന്ന ഉടനെ ആ വീട്ടുകാരോട് ചോദിച്ച് ഭക്ഷണം കഴിച്ചു. വിശപ്പുണ്ടായിരുന്നു നല്ല. ഏതായാലും അടുത്തുള്ളവർക്ക് മനസ്സിലായി ഇയാൾ തന്നെയാണ് പ്രതിയെന്ന്. ഈ രാധാകൃഷ്ണൻ്റെ വീട്ടിലെ ഹോം നേഴ്സായി നിൽക്കുന്ന വ്യക്തി തന്നെ പ്രതിയെന്ന് ചുറ്റുവട്ടത്തുള്ള ചിലർക്ക് മനസ്സിലായി. ഇയാൾ ഈ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഇയാളുടെ ബാഗും ഇയാളുടെ സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് പോകാനായിട്ട് റെഡിയായപ്പം നാട്ടുകാർ ഇയാളെ തടഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇയാൾക്ക് മനസ്സിലായി ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നാട്ടുകാർ തടഞ്ഞത്. ചെങ്ങമനം കുറിച്ച് പോലീസിലൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ പെട്ടെന്ന് എത്തി. ഇയാൾ ധൃതി പോകുന്നതിന് മുമ്പ് ഇവർ വളഞ്ഞു നിന്ന് ഇയാളെ പോകാതെ സൂക്ഷിച്ചു. പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. പോലീസ് വന്നപ്പം തന്നെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടുകാർ വെളിയിൽ വളഞ്ഞപ്പം തന്നെ ഇയാൾ കയ്യിലിരുന്ന ആ എലിവിഷവും മറ്റ് ചില പദാർത്ഥങ്ങളും കഴിച്ചെന്നാണ് പറയുന്നത്. ഏതായാലും കോട്ടയം താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ ഇയാളെ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് മെഡിക്കൽ കോളേജിലാണ്. ചെങ്ങമനം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും അത് കഠിനംകുളം പോലീസിനെ കൈമാറി. ഇപ്പം പോലീസ് അവിടുന്ന് അയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കഠിനംകുളത്ത് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ ഇയാളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം അവർ നോക്കാം എന്നാണ് ഇപ്പം പറയുന്നത്. കോട്ടയത്ത് നിന്ന് ഇമ്മീഡിയറ്റായി ഇയാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, 48 hours കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് അവിടുത്തെ ഡോക്ടർമാരും വിധി എഴുതി. എന്തായാലും ഇയാളുടെ പല കാര്യങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ആതിരയെ പരിചയപ്പെട്ട ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ്. ആതിരയിൽ നിന്ന് ഏകദേശം 1,30,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. ഇപ്പോൾ വന്നിട്ട് 2-3 ദിവസമായി. കൊല്ലുന്നതിന് 2-3 ദിവസം മുമ്പ് വന്നു. അപ്പോൾ ആതിരയെ രഹസ്യമായി കണ്ട് 2,500 രൂപയോളം വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസ മാത്രമേ കയ്യിലുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും
ഇയാൾ ആതിരയുടെ വീട്ടിൽ അല്ലെങ്കിൽ അതിന് മുൻവശത്ത് കറങ്ങി നടന്നു. പതിവ് പോലെ ക്ഷേത്രത്തിലേക്ക് രാജീവ് രാവിലെ 5:05 പോയി. മകന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ ബസ് കയറ്റി ആതിര പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇയാൾ ആതിരയുടെ വീട്ടിലെത്തി. ആതിരയുടെ അടുത്ത് ഒരു ചായ വേണമെന്ന് പറഞ്ഞു. ആതിര ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയി. ഈ സന്ദർഭത്തിൽ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി അത് ബെഡ്റൂമിലെ ബെഡിൻ്റെ അടിയിൽ അവരറിയാതെ വെച്ചു എന്നാണ് പറയുന്നത്. അവരുമായിട്ട് ചായ കുടിച്ച ശേഷം ഇയാൾ അവരുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു. ആ സമയത്താണ് അവരെ കഴുത്തിൽ കത്തി ഇറക്കാൻ കഴിയുക. അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. പക്ഷേ അത് അങ്ങനെ കൊല്ലാൻ ഒക്കുള്ളൂ. കാരണം ഡിഫെൻസീവ് വൂണ്ടുകളൊന്നും അവളുടെ ദേഹത്തില്ല. വളരെ കൃത്യമായി കഴുത്തിൽ അയാളുടെ കത്തി കൊണ്ട് കുത്തി ആ വശം കീറി എടുക്കുകയായിരുന്നു ചെയ്തത്. ഏകദേശം പകുതിയോളം കഴുത്തറ്റുപോയിട്ടുണ്ട്. മൂർച്ചയേറിയ കത്തിയും അയാൾ മടങ്ങിപ്പോയി. അത് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ അത് വെളിയിൽ വന്നിട്ടുണ്ട്. ആളെ തിരിച്ചറിഞ്ഞു. അത് പത്രത്തിലും ടി വിയിലും വന്നതാണ് അയാൾക്ക് വിനയായത്. അല്ലെങ്കിൽ അയാൾ കേരളം വിട്ടു പോയേനെ. ഇയാളുടെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കാനാണ് ഇയാൾ ചിങ്ങവനത്ത് കുറിച്ചിയിലെ ഒരു വീട്ടിൽ നിന്നത്. അപ്പം ഇയാളുടെ പൂർവ്വചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ് ഇയാളുടെ ഭാര്യ 3 കുട്ടികളുമുണ്ട്. ചെല്ലാനത്താണ് അവരുടെ വീട്. അവൾ മറ്റൊരു പുരുഷനോടൊപ്പം പോയിരുന്നു എന്നും പറയുന്നു. ഇയാൾ ഈ ബന്ധം സോഷ്യൽ മീഡിയയിൽ കൂടി ഇൻസ്റ്റഗ്രാമിൽ കൂടി ആതിരെ പരിചയപ്പെട്ടു. ഇങ്ങനെ പരിചയപ്പെട്ട് ബന്ധം വളർന്നു. അതിനുശേഷം ഇയാൾ പല സന്ദർഭത്തിലും രഹസ്യമായി ആ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. ഇയാളെ ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് ഏകദേശം 161 പോസ്റ്റുകൾ കാണുന്നുണ്ട്. 431 ഫോളോവേഴ്സ് ഇയാൾക്കുണ്ട്. ഇയാൾ ഏകദേശം 1787 പേരെ ഫോളോ ചെയ്തിട്ടുണ്ട്. ജോൺസൺ ഔസേപ്പ് ഇൻസ്റ്റഗ്രാമിൽ അയാളെ പല മാസ് ഡയലോഗും പറയുന്നുണ്ട്, റൊമാൻറ്റിക് ഡയലോഗ് പറയുന്നുണ്ട്, സ്ത്രീകൾ വീണു പോകും, ആ രീതിയിലുള്ള ഒരു ക്യാമറ കട്ട് ഇയാൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ പല പാട്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതും പ്രശസ്തമായ പല ഡയലോഗുകൾ പറയുന്നതുമൊക്കെ ഇയാൾ അതിനെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഏകദേശം 1787 പേരെ ഇയാൾ ഫോളോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ പലരുമായിട്ട് ഇയാൾക്ക് ഇതുപോലെയുള്ള ബന്ധങ്ങളുണ്ടാകാം. പോലീസ് ആ ഭാഗം ശ്രദ്ധിക്കണം. കാരണം ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് അത്ര വ്യക്തതയില്ല. കാരണം എന്തിനാണ് അവരെ കൊല്ലുന്നത്? ആ സ്ത്രീയായിട്ട് 7-8 വർഷമായിട്ടുള്ള ബന്ധമാണ്. അവർ അത്യാവശ്യം പണം കൊടുത്ത് ഇയാളെ സഹായിക്കുന്നുമുണ്ട്. 1,30,000 രൂപ കൊടുത്തത് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനാണെന്ന് പ്രതി പറയുന്നു. അവർ മോട്ടോർ സൈക്കിളിൽ കയറിയിട്ടില്ല. മോട്ടോർ സൈക്കിളിൽ കയറി ഒന്ന് സഞ്ചരിക്കണം, ഒന്ന് ചുറ്റിക്കറങ്ങണം. അത് പ്രതിയായ ജോൺസൺ ഔസേപ്പ് സാധിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. കൊല്ലംകാരനായ ഇയാൾ വിവാഹത്തിന് ശേഷമാണ് ചെല്ലാനം എറണാകുളത്തേക്ക് താമസം മാറിയത് തന്നെ. ഇയാൾ ഇപ്പം ചെയ്ത പ്രവൃത്തിക്ക് അത് വളരെ ദുരൂഹതയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇയാൾ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ അവസരം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഇയാൾക്ക് പഞ്ഞമില്ല. രണ്ടാമത് അവർക്ക് അത്യാവശ്യമായി അവർ പൈസ ഇയാൾക്ക് മറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവരെ കൊല്ലുന്നത്? ഭർത്താവിനെയും കുട്ടിയെ ഉപേക്ഷിച്ച് തൻ്റെ ഒപ്പം വരണമെന്ന് ആവശ്യപ്പെട്ട് വരാത്തതിൻ്റെ പകയാണെന്ന് അയാൾ പറയുന്നത്. അതത്ര വിശ്വസനീയമല്ല. കാരണം എന്തിനാണ്
വരാതെ തന്നെ അയാളോടൊപ്പം അല്ലെങ്കിൽ അവളോടൊപ്പം ഇയാൾ കഴിഞ്ഞു കൂടുകയല്ലേ? പിന്നെ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം? നേരത്തെ മുതലേ ഇയാൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം പെരുവാതുറയിലൊരു ഒരു മുറിയിലാണ് താമസിക്കുക. പല പ്രാവശ്യം അവിടെ മുറിയെടുക്കും, പോവും, വരും. അപ്പോൾ മറ്റു ചില ബന്ധങ്ങളും ഇയാൾക്കുണ്ടാകാനുള്ള സാധ്യത, അവിടെ ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇയാളൊരു മാനസിക രോഗിയാണോ? ഇയാൾക്ക് കൊല്ലുന്നതിൽ ത്രില്ലുണ്ടോ? കാരണം അവരെ സെക്ഷുവലായിട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് തന്നെയാണ് കഴുത്തിന് കുത്തിയിറക്കിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം അവരുടെ ചെയ്യുമ്പോൾ ഇയാളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയതിൻ്റെ ഏതെങ്കിലും എവിഡൻസ് പോലീസിന് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടെത്തിയിട്ടുണ്ടോ? ഇയാൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് എന്നാണ് ആദ്യം വന്ന വാർത്ത. ഇയാളിപ്പോൾ ഒരു ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇയാൾക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇൻസ്റ്റഗ്രാമിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് പണം വാങ്ങിച്ചിട്ടുണ്ടാവണം. ഇയാൾ ബുദ്ധിയുള്ള അയാളായതുകൊണ്ട് ഇയാളുടെ അക്കൗണ്ടിൽ കൂടെ ആണോ പണം വാങ്ങിച്ചത്, പണം നേരിട്ടാണോ ഇനി നോക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കൃത്യമായി പോലീസ് ഇയാളെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇൻട്രോഗേറ്റ് ചെയ്യണം. ഇയാൾ അപകടസ്ഥിതി തരണം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ഏറ്റുമാനിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിസ ഇയാളുടെ കൺഫെഷണൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാൾ കഴിച്ചിരിക്കുന്നത് വിഷം എന്താണെന്ന് ഇതുവരെ പോലീസിനടുത്തോ ഡോക്ടറെടുത്തോ പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് മരണത്തേക്ക് പോകാൻ തന്നെയാണോ ഇയാൾ തീരുമാനിച്ചിരിക്കുന്നത് അറിവില്ല. പക്ഷേ സാഹചര്യം, അയാൾ ആതിരെ കൊന്ന ശേഷം ഉടനെ ഇയാൾ വിഷം കഴിച്ചില്ല. ഇയാളെ പോലീസ് പിടിക്കപ്പെടുന്നതായപ്പോഴാണ് വിഷം കഴിച്ചത്. ഇല്ലെങ്കിൽ ഇയാളുടെ ഐഡൻറ്റിറ്റി വെളിവായില്ലെങ്കിൽ ഇയാളെ പിടികെട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ രീതിയിലുള്ള ബന്ധങ്ങൾ ഇയാൾ എത്ര പേരുമായിട്ട് കേരളത്തിലുണ്ട്, അത് പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ദുരൂഹമായ ഒരു കൊലപാതകം തന്നെ. അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് അറിയില്ല. എന്തുദ്ദേശത്തിനാണ് അവരെ കൊന്നത്? അവർ പറഞ്ഞെന്ന് പറയുന്ന ചില കാര്യങ്ങൾ, ഒരു മോട്ടോർ സൈക്കിളിൽ കയറി സഞ്ചരിക്കാൻ ആ വീട്ടമ്മയ്ക്ക് കൊതിയുണ്ട്, അത് ഇയാൾ സാധിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഭർത്താവിന് ഏകദേശം അടുത്ത നാളുകളിലെ ഈ വിവരം അവർ കൈമാറി. ഭർത്താവിൻ്റെ അടുത്ത് ഇവരെ മരണഭീതി കൊണ്ടാണോ കൈമാറിയത്? ഭർത്താവിനെയും കൊല്ലും എന്ന് പറയുന്നുണ്ട്. ഈ വിവരം ഭർത്താവ് വെളിയിൽ പറഞ്ഞെങ്കിൽ അവരും കുട്ടിയും ആത്മഹത്യ ചെയ്യുന്ന ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിരന്തരം ഇതുപോലെ പരിചയപ്പെടുന്നതും അപരിചിതർ തമ്മിൽ ബന്ധപ്പെടുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി. അതോടനുബന്ധിച്ച് പല കൊലപാതകങ്ങളും ഇതുപോലെ നടക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ ഒഴിവാക്കാൻ വേണ്ടി കൊലപാതകത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം ഇപ്പം തകർച്ചയിലാണ് എന്ന് പറയേണ്ടി വരും.